ഞങ്ങളെ നൽനീലമാക്കണമേ നാഥ, നിൻ കൃപയാൽ തിരുവചനത്തിൻ വിത്തുകളാത്മാവിൽ വളരണമേ. ഒരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ ഈ വിശുദ്ധ വെള്ളിയാഴ്ച ദിവസം തലകളെ വണക്കുന്നതിന് ഞങ്ങൾക്ക് അവിടുന്ന് തരുന്ന കൃപകളെ ഓർക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ ദേശത്തിൻ്റെ നാനാഭാഗത്തായിരുന്നു ഞങ്ങളെ നിന്റെ സന്നിധിയിലേക്ക് കൂട്ടിവരുത്തുകയും നിന്റെ പരിശുദ്ധന്റെ തിരുശേഷിപ്പിനോട് ചേർന്നിരിക്കുകയും ചെയ്യുവാനിടയാക്കിയ കൃപകൾക്ക് സ്തുതി, സ്തോത്രം. ഞങ്ങളുടെ ജീവിതങ്ങളെ തമ്പുരാനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ആയിരിക്കുന്ന ഇടങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് സഹായിയും കാവൽക്കാരനുമായിരിക്കണമേ. ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുണ്ടോ ആയവരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും അവിടുന്ന് ഓർക്കണമേ. കൂടിയിരിക്കുന്നതിൻ്റെ മക്കളെ ആളാമ്പ്രതി അനുഗ്രഹിക്കണമേ. തിരുവചനം സംസാരിക്കുന്നതിന് ബലഹീനനായ എന്നെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം മഹത്വപ്പെടട്ടെ. വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, പരിശുദ്ധ സഭയ്ക്കും അഖില ലോകർക്കും വിശുദ്ധിയുടെ പരിമളം വീശിയ ഒരു പരിശുദ്ധനായ ഒരു പുണ്യപിതാവിൻ്റെ ഓർമ്മകളുടെ സമീപത്താണല്ലോ നാം ഇരിക്കുന്നത്. ആ പുണ്യവാന്റെ മാധ്യസ്ഥത ആവോളമുള്ള ഒരിടത്ത് ഇരിക്കുന്നതിന് ഇടയാക്കിയ ദൈവത്തിന് സ്തുതി. ഓർമ്മകളും കടപ്പാടുകളും സ്മരണകളുമൊക്കെ വല്ലാതെ ഇല്ലാതായി പോകുന്ന കാലത്ത് ചില മനുഷ്യരുടെ ഓർമ്മകൾ കാലത്തിനും ദേശത്തിനും മായ്ക്കുവാൻ സാധ്യമല്ലാതെ ഇങ്ങനെ നിലകൊള്ളുന്നത് എന്തുകൊണ്ടാണ്? ഒരു പനിനീർ പുഷ്പം കണക്ക് അനേകർക്ക് സുഗന്ധവും കാഴ്ചയ്ക്ക് ഭംഗിയും മനസ്സിന് ശാന്തതയും വിചാരങ്ങൾക്ക് നിർമ്മലതയും നൽകി അവരൊക്കെ ഇങ്ങനെ കടന്നുപോയവരായതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ അവരാരും അവർക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്നവരായതുകൊണ്ടല്ല നമ്മളവരെ ഓർക്കുന്നത്. നമ്മളവരെ ഭാഗ്യസ്മരണാർഹരെന്നൊക്കെ വിളിക്കുമല്ലോ. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അവരെ ഓർക്കുന്നത് നമുക്കൊക്കെ ഭാഗ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു വളരെ സാധാരണക്കാരനായ മനുഷ്യൻ എങ്ങനെയാകും വിളിച്ച ക്രിസ്തുവിനോളം പാകമെത്തത്തക്ക രീതിയിൽ പരിണമിച്ചിട്ടുണ്ടാകുക? അത് നമ്മളെല്ലാവരും ഈ പരിശുദ്ധന്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വളരെ സാധാരണക്കാരെ പോലെ, നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ തന്നെ വിളിച്ചവനോളം പാകമെത്തത്തക്ക രീതിയിൽ എങ്ങനെയാകും രൂപാന്തരപ്പെട്ടിട്ടുണ്ടാകുക? അങ്ങനെ ഒരാളെ മാറ്റിയെടുക്കുന്ന ഒരു കെമിസ്ട്രി അതെന്തായിരിക്കും? അത് നമ്മൾ ഓർക്കേണ്ടതാണ്. വിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം വളരെ പ്രസക്തമാണ് വേദപുസ്തകത്തിൽ. അവിടെ യേശു തമ്പുരാൻ എന്തിനാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറയുന്ന ഭാഗമാണ്. 3 കാര്യങ്ങളാണ് പ്രധാനമായി അവിടെ പറയുന്നത്. 1, അവനോടുകൂടെ ഇരിക്കാനാണ്. 2, പ്രസംഗിക്കേണ്ടതിന് അയക്കാനാണ്. 3, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനാണ്. ഇങ്ങനെ 3 കാര്യമാണ് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനോടുകൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ടു ബി വിത്ത് ഹിം. പരിശുദ്ധനായ ഗീവർഗീസ് സഹദ അവനോട് കൂടെ ഇരുന്ന് പാകമെത്തിയവനാണ്. അവനോട് കൂടെ ഇരുന്ന് അവനെ പോലെ ആകുന്നവനാണ്. ശരിക്കും ആ പുണ്യവാന്റെ മാധ്യസ്ഥത നമുക്കെല്ലാവർക്കും കാവലും കോട്ടയുമാകട്ടെ എന്ന് ആമുഖമായി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പരിശുദ്ധന്റെ സാന്നിധ്യം ഈ ദേവാലയത്തിൽ നിങ്ങൾക്കുള്ളത് വളരെ സമീപവാസികളായ എല്ലാവർക്കും വളരെ അനുഗ്രഹമായിരിക്കും അല്ലേ? ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് പഠിച്ചതും വളർന്നതും ഒക്കെ കുണ്ട്ര എന്ന് പറയുന്ന പ്രദേശത്താണ്. എൻ്റെ അമ്മയുടെ വീട് അവിടെയാണ്. ഈ കുണ്ട്രയിൽ
കുണ്ട്ര സെമിനാരി ഉണ്ട്, അവിടെ ഒരു പഴയ സെമിനാരി ഉണ്ട്. ഗീവർഗീസ് ദിയമ്പാവയുടെ ഒക്കെ കാലത്ത് വൈദിക വിദ്യാർത്ഥികളെ അഭ്യസനം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലം കൂടെയാണത്. അവിടെ 4 പരിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ കുടികൊള്ളുന്നുണ്ട്. അതിലൊന്ന് പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ തിരുശേഷിപ്പാണ്. ആയതിനെപ്പറ്റി ഗീവർഗീസ് ദ്വിതീയൻ ബാവ മാത്യൂസ് ദ്വിതീയൻ ബാവയോട് പറഞ്ഞതും മാത്യൂസ് ദ്വിതീയൻ ബാവയിൽ നിന്ന് ഭാഗ്യസ്മരണാർഹനായ അന്തോണീസ് തിരുമേനി കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ പിതാവിൽ നിന്ന് കേൾക്കുന്നതിന് മനസ്സിലാക്കുന്നതിനൊക്കെ ഇടയായിട്ടുണ്ട്. അങ്ങനെ ഒരു പുണ്യവാന്റെ തിരുശേഷിപ്പുള്ളിടത്ത്, വിശുദ്ധന്റെ നിറസാന്നിധ്യമുള്ളിടത്ത് ഇരിക്കുവാൻ സാവകാശം തന്ന ദൈവത്തിന് നന്ദി. നാസറുദ്ദീൻ ഹോജ, അദ്ദേഹം ഒരിക്കൽ ഒരു മതപ്രഭാഷണത്തിനായി ക്ഷണിക്കപ്പെട്ടു. അദ്ദേഹം പ്രഭാഷണത്തിനായിട്ട് വേദിയിലേക്ക് കയറി നിന്നു. പ്രഭാഷണ പരമ്പരയാണ്. ആദ്യത്തെ ദിവസം അയാൾ കാണികളെ അഭിസംബോധന ചെയ്തുകൊണ്ടൊരു ചോദ്യം ചോദിക്കും. അതിങ്ങനെയാണ്: ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആളുകൾ സ്വാഭാവികമായി എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാകും? ഞങ്ങൾക്ക് അറിയാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. ഹോജ അതിന് മറുപടിയായി ഇങ്ങനെ പറയും: ഒന്നും അറിയാത്തവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഹോജ വേദി വിട്ടിറങ്ങിപ്പോകും. അടുത്ത ദിവസം വീണ്ടും പരമ്പരയുടെ തുടർച്ചയായിട്ട് 2-ാം ദിവസവും ഇയാൾ പ്രസംഗത്തിനായിട്ട് വരും. അയാൾ അവരോട് ചോദിക്കും: ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ആളുകളല്ലേ, കുറച്ചുകൂടി ഇന്റലക്റ്റ് ആയിരുന്നു. അവര് അന്ന് മറുപടി പറഞ്ഞു: എന്താണ് പറയാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. ഹോജ ഇങ്ങനെ പറയും: എല്ലാം അറിയാവുന്നവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ വേദി വിട്ടിറങ്ങിപ്പോകും. 3-ാം ദിവസവും അയാൾ വരും. അപ്പോ ഹോജയേക്കാൾ കുറെ കൂടെ മുകളിലേക്ക് നമ്മുടെ ആളുകളൊക്കെ ചിന്തിച്ചു. അവരിങ്ങനെ പറയും, ഹോജ ചോദ്യം ആവർത്തിക്കും: ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആളുകൾ എന്തു പറഞ്ഞിട്ടുണ്ടാകും എന്ന് ചോദിച്ചാൽ, ഒരു സൈഡിലുള്ള ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞു. മറ്റൊരു വശത്തിരുന്ന ആളുകൾ എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഹോജ പെട്ടില്ലേ? ഹോജ അങ്ങനൊന്നും പെട്ടില്ല. ഹോജ അവരോട് ഇങ്ങനെ പറയും: അറിയാവുന്നവരെല്ലാം അറിയാത്തവർക്ക് പറഞ്ഞു കൊടുത്തിട്ടേ പോകാനായിട്ട് പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹോജ വേദി വിട്ടിറങ്ങിപ്പോകും. ശരിക്കും സുവിശേഷവും വചനങ്ങളും ഇത് ഹാസ്യരൂപേണ പറഞ്ഞെങ്കിലും അറിയാത്തവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. കർത്താവ് വചനത്തെ പറ്റി പറയുമ്പോൾ പ്രധാനമായും പറയുന്നത് അപ്പത്തിന്റെ രൂപത്തിൽ, വിത്തുകളുടെ രൂപത്തിൽ അത് ഇങ്ങനെ നുറുങ്ങിപ്പൊടിയണമെന്നൊക്കെയാണ്. നുറുങ്ങിപ്പൊടിയുന്നത് കൊണ്ടോ അത് ആരുടെയെങ്കിലും പത്തായത്തിലിരിക്കുന്നത് കൊണ്ടോ പ്രയോജനം ഉണ്ടാവുമെന്ന് കരുതുന്ന ആളല്ല ഞാൻ വിശ്വസിക്കുന്നത് അതെന്ന് പൊടിയായി അപ്പത്തിന്റെ രൂപത്തിൽ അപരന്റെ വിശപ്പ് ശമിപ്പിക്കുന്നുവോ അന്ന് മാത്രമാണ് ഇതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നത്. അങ്ങനെ വേദവചനത്തെ എടുക്കുന്നതിന്, വ്യാഖ്യാനിക്കുന്നതിന്, കേൾക്കുന്നതിനൊക്കെ ദൈവം തരുന്ന ഓരോ അവസരങ്ങളും ശരിക്കും ഭാഗ്യം തന്നെയാണ്. വൈദികരെ പ്രസംഗത്തിന് വിളിക്കുമ്പോൾ നിങ്ങളുടെ ആശങ്ക എനിക്ക് മനസ്സിലാകും. കാരണം ഞാൻ കുറെ നാളായില്ല ഈ പ്രസംഗവേദികളിലൊക്കെ കയറി നിന്ന് തുടങ്ങിയിട്ട്. ഒരിക്കലൊരു അച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പ്രസംഗിച്ചു തുടങ്ങി കുറെ സമയം കഴിഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഒരു തോക്ക് ചൂണ്ടി. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ കുറെ സമയമായല്ലോ, അപ്പോൾ തോക്ക് ചൂണ്ടി മുന്നോട്ട് കടന്നു വന്നു. അപ്പോൾ അച്ഛന് പന്തികേട് തോന്നി, പേടിയായി, നന്നായി പേടിയായി. തോക്ക് കൊണ്ട് വെടിവെച്ചാൽ മരണം സംഭവിക്കുമല്ലോ. അയാളിങ്ങനെ അടുത്തോട്ട് വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ കൈകൊപ്പി, എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറയും. അയാൾ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: അച്ഛനെ വെടിവെക്കാനല്ല ഞാൻ വന്നത്, അച്ഛനെ വിളിച്ച് അച്ഛനെ വെടിവെക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. ശരിക്കും എൻ്റെ ഈ പ്രസംഗമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഈ അച്ഛന്മാരെ ഒന്ന് എന്തെങ്കിലും ചെയ്യുമോന്നുള്ളൊരു ആശങ്കയും കൂടെ എനിക്കുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ അവസാനിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശാലേം ടിവിയുടെ ഫൗണ്ടറായ ബെന്നി പുന്നത്തറ സ്ഥാപിച്ച ശാലോം, അത് ഞാൻ തൊട്ട് മുന്നേ വികാരിയായിരുന്ന പള്ളിയുടെ തൊട്ടടുത്താണ്, കുരാച്ചുണ്ടിനടുത്ത് ഒരു പെരുവണ്ണാമൊഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സെമിനാറുകൾ വെക്കുമ്പോൾ നമ്മൾ അച്ഛന്മാരെ കൂടെ ഒക്കെ ക്ഷണിക്കും. അപ്പോൾ അവിടെ പോകാറുണ്ട്, കേൾക്കാറുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: പരിശുദ്ധനായ പൗലോസ് ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. പിന്നെ അദ്ദേഹം പറയും പരിശുദ്ധനായ പൗലോസ് ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം. അവിടെ പുറകിലിരുന്നൊരു അപ്പച്ചൻ ഇങ്ങനെ ചോദിച്ചു: അല്ല ബെന്നി, പൗലോസ് ലീഹ എഫേസ്യർക്കും കൊരിന്ത്യർക്കും മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഇന്ത്യക്കാർക്കൊന്നും എഴുതിയിട്ടില്ലേ എന്ന് ചോദിച്ചു. അയാൾ അത് വളരെ തമാശ രൂപേണ ആദ്യം എടുത്തെങ്കിലും അയാൾ പ്രസക്തമായൊരു മറുപടി അതിന് പുറകിൽ പറയുന്നുണ്ട്. അയാൾ പറയും, വേദപുസ്തകം എഴുതിയിരിക്കുന്നത് സർവ്വജനത്തിനും വേണ്ടിയാണ്.
വേദപുസ്തകം എഴുതപ്പെടുന്നത് സർവ്വജനത്തിനും വേണ്ടിയാണ് എന്ന് പറയും. ഈ വിശുദ്ധരെന്നാണല്ലോ ആദ്യകാലത്ത് വേദപുസ്തകം ഉപയോഗിക്കുന്നവരെയും വേദവചനങ്ങളെപ്പറ്റി പഠിക്കുന്നവരെയും ആദിമ സഭയിൽ ഉണ്ടായിരുന്നവരെയും വിശേഷിപ്പിച്ചിരുന്ന ഒരു പേര്. ഞാൻ അതിൽ നിന്നൊക്കെ എനർജി ഉൾക്കൊണ്ടിട്ട് പ്രസംഗിക്കാനായിട്ട് ആദ്യം കയറിയപ്പോൾ കോഴിക്കോട് ചെന്നിട്ട് ഞാനിങ്ങനെ പ്രസംഗിച്ചു തുടങ്ങി. കൊല്ലത്തുള്ള വിശുദ്ധർ കോഴിക്കോടുള്ള വിശുദ്ധരെ സംബോധന ചെയ്യുന്നു. ഉറങ്ങിയിരുന്നവരൊക്കെ പെട്ടെന്ന് ഉണർന്ന് എഴുന്നേറ്റു, ചിരിച്ചു, പിന്നെയും ഉറങ്ങി. ശരിക്കും വിശുദ്ധരെന്ന് സംബോധന ചെയ്യത്തക്ക അത്ര പൊട്ടൻഷ്യൽ ഉണ്ട് ഇത് വായിക്കുന്ന ഈ പുസ്തകത്തിനെന്ന് ആമുഖമായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ സംഭാഷണങ്ങളൊക്കെ വിടുകയാണ്. അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം. ആരെങ്കിലും വായിക്കുമോ എന്ന് ഞാൻ വായിക്കണോ? അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം. അവിടെ ഇങ്ങനെയാണ് എഴുതുന്നത്: ഷണ്ഡൻ അവനെ പിന്നെ കണ്ടില്ല, അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. ഷണ്ഡൻ അവനെ പിന്നെ കണ്ടില്ല, അവൻ സന്തോഷിച്ചുകൊണ്ട് അവൻ്റെ വഴിക്ക് പോയി. ഒരു മടങ്ങിപ്പോക്കിനെ പറ്റി പറഞ്ഞു വെക്കുന്ന വേദഭാഗമാണത്. ആത്മീയ പിതാക്കന്മാരും നമുക്ക് മുന്നേ നടന്നവരും കാണിച്ചു തരികയും പറഞ്ഞു തരികയും ചെയ്ത നമ്മൾ അവരുടെ ജീവിത അവസാനത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു പ്രധാന സംഗതിയാണ് ശരിക്കും എല്ലാവർക്കും എന്തുണ്ട്? ഒരു മടങ്ങിപ്പോക്കുണ്ട് എന്നുള്ളത്. വിശുദ്ധരായി ജീവിച്ചവരും നമുക്ക് മുന്നേ നടന്നവരും നമ്മുടെ മാതാപിതാക്കളായവരും ഒക്കെ ഒരു പക്ഷെ നമുക്ക് കാണിച്ചു തന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത മൂല്യങ്ങളിൽ ഒന്ന് നമുക്കെല്ലാവർക്കും എന്തുണ്ടെന്നാണ്? ഒരു മടങ്ങിപ്പോക്കുണ്ടെന്നാണ്. പൂന്താനം ജ്ഞാനപ്പാന എഴുതുന്നത് കൃഷ്ണഭക്തിയോടെയാണ്, കൃഷ്ണ കീർത്തനങ്ങളോടെയാണ് എഴുതി തുടങ്ങുന്നത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന എന്ന് തുടങ്ങിയാണ് അദ്ദേഹം കൃഷ്ണ കീർത്തനങ്ങൾ ആരംഭിക്കുന്നത്, ജ്ഞാനപ്പാന. എന്നാൽ അദ്ദേഹം വളരെ തിയോളജിക്കൽ, വേദശാസ്ത്ര ഡെപ്തുള്ള ഒരു 4 വരി ഇതിൻ്റെ ഇടയിൽ എഴുതി വെക്കുന്നുണ്ട്. അത് മുഴുവൻ ഭംഗിയാണ്, എന്നാലും നമുക്ക് കുറെ കൂടെ ആകർഷണമാകുന്ന ഒരു 4 വരിയുണ്ട്. അതിനകത്ത് അവിടെ ഇങ്ങനെയാണ് എഴുതുന്നത്: കൂടെയല്ല പിറക്കുന്ന നേരത്തും, കൂടെയല്ല മരിക്കുന്ന നേരത്തും, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നത് എന്തിനു നാം വ്യഥ. അദ്ദേഹം അങ്ങനെയാണ് എഴുതുന്നത്. മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ. അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അത് ഏത് ആളെടുത്ത് വായിച്ചാലും അതിനകത്ത് ഒന്ന് ചിന്തിക്കാതെ മുന്നോട്ടുള്ള വരി വായിക്കാനാകാതെ എല്ലാ മനുഷ്യനെയും പിടിച്ചു നിർത്തുന്ന ഒരു വരിയാണത്. സുരക്ഷിതമായി നമ്മൾ കെട്ടിയുണ്ടാക്കുന്നതെല്ലാം വിട്ടിട്ട് നമ്മളെ അയച്ചവന്റെ അടുക്കിലേക്ക് തിരികെ പോകണം എന്ന് പറയുന്ന വേദശാസ്ത്രത്തിന്റെ ആദ്യ ഭാഗമാണിത്. ശരിക്കും പറഞ്ഞാൽ ഒന്നോർത്ത് നോക്കിയാൽ ഞാനിങ്ങനെ ചിന്തിക്കും, ഓരോ ശവസംസ്കാര ശുശ്രൂഷ നടത്തുമ്പോഴും അവിടെ അവസാനം ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും അറിയാവുന്നതാണ്: നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും. ആ ആത്മകഥാംശമായ കുറിപ്പിൽ ഖലീൽ ജിബ്രാൻ ഇങ്ങനെ എഴുതുന്ന ഒരു കഥയുണ്ട്. അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന ആശ്രമത്തിന്റെ സ്വസ്ഥതയൊക്കെ വിട്ടുകളഞ്ഞിട്ട് അദ്ദേഹം ഒരിക്കൽ ആശ്രമത്തിന് പുറത്തേക്ക് ചാടുന്നു. വളരെ തണുപ്പുള്ള ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പുറത്തേക്ക് പോയിട്ട് മറ്റ് ആശ്രയമൊന്നും കിട്ടാതെ കുറെ വീടുകളുടെ മുന്നിലൊക്കെ കൊട്ടിയിട്ടൊന്നും തുറക്കാതെ അദ്ദേഹം ആ മഞ്ഞിനകത്തൂടെ ഇങ്ങനെ നടന്ന്, മഞ്ഞ് തണുപ്പ് അയാളെ വല്ലാതെ ബാധിച്ചിട്ട് അയാൾ ഒരു കുടിലിന്റെ മുന്നിൽ തളർന്നു വീഴും. ഓർമ്മ വരുമ്പോൾ അയാളുടെ വായിലേക്ക് ചൂട് സൂപ്പ് ഇറ്റിച്ചൊഴിക്കുന്ന ഒരു അമ്മയാണ് അയാൾ കാണുന്നത്. അയാൾ അമ്മയോട് ചോദിക്കും, ഞാനിതെവിടെയാണ്? അമ്മ ഇങ്ങനെ മറുപടിയായി അവരോട് പറയും, മോനെ, നീ ഒരു ദരിദ്രയും വിധവയുമായ ഒരമ്മയും മകളും താമസിക്കുന്ന കുടിലാണെന്ന് പറയും. ജിബ്രാൻ അവരോടിങ്ങനെ മറുപടി പറയും, എൻ്റെ മടക്കയാത്രയിൽ എന്ന് ഞാൻ വിചാരിച്ചെടുത്ത് കണ്ട കൊട്ടാരമാണിത്. എൻ്റെ മടക്കയാത്ര എന്ന് ഞാൻ വിചാരിക്കുന്നിടത്ത് കാണുന്ന കൊട്ടാരമാണിത് എന്ന് പറയും. ഞാൻ എൻ്റെ വാക്യത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 39-ാമത്തെ വാക്യം. അവൻ സന്തോഷത്തോടെ അവന്റെ വഴിക്ക് മടങ്ങിപ്പോയി. ആരാണവൻ? അതൊരു പ്രധാന ചോദ്യമാണ്. 27-ാമത്തെ വാക്യം പറയുന്നുണ്ട് അയാൾ ആരാണെന്ന്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 27-ാമത്തെ വാക്യം പറയുന്നുണ്ട് അയാൾ ആരാണെന്ന് പറയുന്നുണ്ട്. ഞാൻ തന്നെ വായിക്കാം. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യൻ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും
മഹാനും അവളുടെ സകല ഭണ്ഡാരങ്ങൾക്കും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അയാൾ ഒരു സാധാരണക്കാരനാണെന്ന് ആരും ധരിച്ചു വെക്കരുത്. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യൻ രാജ്ഞിയുടെ ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരങ്ങൾക്ക് മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. നമ്മൾ ഒറ്റ വായനയിൽ വായിച്ചു വിടുന്ന ഭാഗമാണ്. എത്യോപ്യൻ രാജ്ഞിയുടെ അന്നത്തെ അധികാര സീമ വളരെ വലുതായിരുന്നു. പല പ്രൊവിൻസുകളായി തിരിച്ചവർ ഭരണം നടത്തിയിരുന്നു. അതിൽ ഇതിൻ്റെ എല്ലാം മേൽനോട്ടം വഹിക്കുന്ന മുഖ്യ കാര്യവിചാരകനാണ് ഈ വേദപുസ്തകത്തിൽ ഇപ്പൊ നമ്മൾ വായിച്ച ആള്. അയാൾ ശരിക്കും പറഞ്ഞാൽ എത്യോപ്യൻ രാജ്ഞിയുടെ ഒരു പ്രൈം മിനിസ്റ്ററുടെ സ്ഥലം പോലെ സേവനം ചെയ്തിരിക്കുന്ന ആളാണ്. അയാൾ നിസ്സാരക്കാരനല്ല. അയാളുടെ മഹിമയോ ശ്രേഷ്ഠതയോ ഒന്നും വിഷയമല്ലാതെ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിച്ചത് ഇതാണ്. അയാളെ പറ്റി വേദപുസ്തകം അവസാനം എഴുതിയിരിക്കുന്നത് അവൻ സന്തോഷത്തോടെ അവൻ്റെ വഴിക്ക് മടങ്ങിപ്പോയി എന്നാണ്. എന്തുകൊണ്ട് അയാൾ സന്തോഷത്തോടെ അയാളുടെ വഴിക്ക് മടങ്ങിപ്പോയി എന്നുള്ള ചോദ്യമാണ് ഞാൻ ഇന്നിപ്പോ ഇങ്ങനെ മുന്നോട്ട് വെക്കാനായിട്ട് വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത്, അവൻ യെറുശലേമിലേക്ക് വന്നു എന്ന് തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവൻ യെറുശലേമിലേക്ക് വന്നു. യെറുശലേമിന് എന്താണ് പ്രത്യേകത? ഒരാൾ യെറുശലേമിൽ വന്നിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോകണമെങ്കിൽ യെറുശലേമിന് എന്തെങ്കിലുമൊക്കെ എന്തുണ്ടാകും? പ്രത്യേകത ഉണ്ടാകും. എന്താണ് യെറുശലേമിന്റെ പ്രത്യേകത? യെറുശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. യെറുശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ശരിക്കും സ്വജാതികളായവർ ദേവാലയത്തിന്റെ പ്രാധാന്യം മറന്നു പോകുന്നിടത്ത് ഷണ്ഡനായ ഒരു വിജാതിയൻ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്നതാണ് ശരിക്കും പ്രത്യേകത. ഈ എത്യോപ്യൻ രാജ്ഞിയുടെ ഷണ്ഡൻ അയാളൊരു നിസ്സാരണക്കാരനല്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അവൻ സ്വജാതിയായിരുന്നില്ല എന്നുള്ളതാണ്. അവനൊരു വിജാതീയനായ മനുഷ്യനായിരുന്നു. അവൻ ദേവാലയത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് ശരിക്കും അവൻ സന്തോഷത്തോടെ തിരികെ പോകാനുണ്ടായ ഒന്നാമത്തെ കാരണം. ഞാൻ എൻ്റെ വീട് കല്ലടയാണ്. കല്ലടയോട് ചേർന്ന് ഒരു പരിശുദ്ധ പിതാവിനെ ഖബറടക്കിയിട്ടുള്ളത് അന്ത്രയോസ് ബാവായാണ്. ശീമയിൽ നിന്ന് വന്ന പിതാവാണ്. ഞാൻ എൻ്റെ ജീവിതകാലത്ത് മുഴുവൻ, എൻ്റെ ഈ പ്രായത്തിനിടയ്ക്കും ഞാൻ കണ്ടിട്ടുള്ളത്, ദേവാലയത്തിൽ എപ്പോൾ ചെന്നാലും അവിടെ അക്രൈസ്തവരായ ആളുകളുടെ നിറസാന്നിധ്യമാണ്. അത് ഈ ദേവാലയത്തിലും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് നന്നായി അറിയാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി പോകുന്ന പ്രാധാന്യങ്ങൾക്കപ്പുറത്തേക്ക് മറ്റാർക്കെയോ എന്തൊക്കെയോ ചില ഭാഗ്യങ്ങളും പ്രാധാന്യങ്ങളും ഒക്കെ ഇവിടെ കണ്ടെത്തുന്നുള്ളത് നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ പോലും പച്ചയായ എന്താണ് യാഥാർത്ഥ്യമാണ്. അത് വളരെ സത്യമാണ്. ഒരാൾ അയാളുടെ ജീവിതത്തിന്റെ നിസ്സംഗതയിൽ അയാൾ തോറ്റുപോകുന്നിടത്ത്, അയാൾ തോറ്റുപോകാൻ സാധ്യതയുള്ള സമയത്ത് അയാൾക്ക് ഓടി വരാൻ സാധിക്കുന്ന ഒരേ ഒരു സ്ഥലം എവിടെയാണ്? അത് ദേവാലയമാണ്. അതിൽ ഒരു തർക്കവുമില്ല. ജീവിതത്തിൽ തോറ്റുപോകുന്നുവെന്നോ പതറിപ്പോകാൻ സാധ്യതയുണ്ടെന്നോ തോന്നുന്ന ഒരാൾ ഏറ്റവും ആദ്യം ഓടി വരാനായിട്ട് സാധ്യത കൽപ്പിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്? ശരിക്കും ദേവാലയമാണ്. ഹോശയ 6-ാം അധ്യായം 2-ാം വാക്യം. അവിടെ മുതൽ എഴുതുന്നത് ഇങ്ങനെയാണ്: തോറ്റുപോയവർക്ക് ഉയർപ്പുണ്ടത്രേ. ഹോശയെ പറ്റി വേദപുസ്തകം മനോഹരമായി വ്യാഖ്യാനിക്കുന്നത് അവൻ വിജയിച്ച ഒരു പ്രവാചകനായിട്ടല്ല, തോറ്റുപോയവരുടെ പ്രതീകമായ തോറ്റുപോയ ഒരു പ്രവാചകനായിട്ടാണ്. ശരിക്കും വേദപുസ്തകത്തിൽ ആ വാക്യങ്ങൾ മുഴുവൻ എടുത്ത് വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എ വോണ്ടഡ് ആൻഡ് വൾണറബിൾ പീപ്പിൾ ക്യാൻ ഹീൽ. ഒരു മുറിവേറ്റ വികൃതമായ ഒരാൾക്ക് പോലും സൗഖ്യമാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഈ വേദപുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായങ്ങൾ വായിക്കുമ്പോഴാണ്. ശരിക്കും ഈ വേദപുസ്തകം ശരിക്കും ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതിനെ പറ്റി ഹോശയെ പോലെ മനോഹരമായി പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രവാചകനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അയാൾ വ്യാഖ്യാനിക്കുന്നിടത്ത് എല്ലാം പറയുന്നത് 3-ാം ദിവസമുള്ള പുനരുത്ഥാനത്തെ പറ്റിയാണ്, അതിന്റെ വലിയ സന്തോഷത്തെ പറ്റിയാണ്. തോറ്റുപോകുന്നവർക്ക് ഒരു ഉയർപ്പുണ്ടത്രേ, അത് 3-ാം ദിവസമാണത്രേ. അയാൾ അങ്ങനെയാണ് ദേവാലയത്തെ ചേർത്ത് നിർത്തി അയാളുടെ ജീവിതത്തിൽ അയാൾ വ്യാഖ്യാനിക്കുന്നത്. മനുഷ്യന്റെ പ്രതീക്ഷകളും സാധ്യതകളും ഒക്കെ ഒരു 3 ദിവസത്തിന് മുൻപ് എന്ത് ചെയ്യും? അവസാനിക്കും. ഈ 3-ാം ദിവസം മുതൽ ആര് പ്രവർത്തിച്ചു തുടങ്ങും?
ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. മഹാഭാരതം വായിച്ചു പോകുമ്പോൾ ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം, ദ്രൗപദി കൗരവ സഭയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വസ്ത്രാക്ഷേപത്തിനായി ഒരുങ്ങുമ്പോൾ ദ്രൗപദിയുടെ ചേലയുടെ ഒരു തുമ്പ് പിടിച്ചൊരാൾ വലിക്കും. അതിങ്ങനെ ചുറ്റി 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 ഒരു സാരിക്ക് എത്ര മീറ്റർ ഉണ്ടാകുമെന്ന് അമ്മമാര് പറയുക? 5-6 മീറ്ററിൽ കൂടുതലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലേ. ഈ മനുഷ്യന്റെ പ്രതീക്ഷകളായ ഈ ചേലയുടെ അവസാനം മുതൽ ആര് പ്രവർത്തിച്ചു തുടങ്ങും? പിന്നെ ഭഗവാൻ പ്രവർത്തിച്ചു തുടങ്ങും. ശരിക്കും 6 മീറ്ററിനിപ്പുറത്തേക്ക് പിന്നെ പ്രവർത്തനം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. മനുഷ്യന്റെ സാധ്യതകൾ അവസാനിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് ആര് പ്രവർത്തിച്ചു തുടങ്ങും? ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. ഹോശയോട് ദൈവം പറയുന്നു, നീ പോയി ഒരു പെണ്ണ് കാണണം. ആരെ കാണണം? ഒരു പെണ്ണ് കാണണം. പക്ഷേ ആരെയാണ് ഒരുക്കി വെച്ചിരുന്നത്? ഒരു ഗണികയാണ്. അത് കൂടാതെ അവൾക്കുണ്ടായ സന്താനങ്ങളെ കൂടെ നീ എന്ത് ചെയ്യണം? കൂടെ കരുതണം. ലോകപ്രകാരം തോറ്റുപോയവൻ എന്ന് പറയുന്നവർക്ക് ഉയർപ്പുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടെയായി ദേവാലയം എന്നും ഉയർത്തപ്പെടും. ഈ ദേവാലയത്തിൽ വരുന്നവർക്ക് എന്തുണ്ടെന്ന്? സന്തോഷത്തോടെ ഒരു മടങ്ങിപ്പോക്കുണ്ടെന്ന്. ഈ ദേവാലയത്തിൽ വരുന്നവർക്ക് എന്തുണ്ട്? സന്തോഷത്തോടെ ഒരു മടങ്ങിപ്പോക്കുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു ചോദ്യങ്ങൾ, വൈദികനായതിനു ശേഷം എല്ലാ അച്ഛന്മാരും കേൾക്കുന്ന ഒരു ചോദ്യം, അതുപോലെ തന്നെ ഞാനും കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ ചെറുപ്പക്കാരോട്, പള്ളിയിൽ ഇങ്ങനെ ഫ്രീക്വൻ്റായി വരാത്തവരോട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എടാ, നിന്നെ പള്ളി കണ്ടില്ലല്ലോ. എന്നോട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ഒരു അച്ഛന്മാരോടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബഹുമാനം. നമ്മളോടൊന്നും നേരിട്ടത് പറയാറില്ല. എങ്കിലും അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം, അത് അവർ പറയാതെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. പള്ളിയിൽ വന്നാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? മാതാപിതാക്കളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന ഒരു ചോദ്യമായിരിക്കും. അത് സാധാരണഗതിയിൽ കേൾക്കുന്ന ഒരു ചോദ്യമായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ പള്ളിയിൽ വന്നാൽ എനിക്ക് എന്താണ് കിട്ടുന്നത്? അതിന് ആൻസർ പറയാൻ നമ്മൾ ആരാണ്? ബാധ്യസ്ഥരാണ്. ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെ കാലത്ത്, ഈ ലാഭത്തിന് പകരം വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ അവരെ പഠിപ്പിക്കുന്ന കാലത്ത്, ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവർക്ക് എന്താണ് കിട്ടുന്നതെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് മാതാപിതാക്കളെ കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ വൈദികരെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അത് ശരിക്കും പരാജയം തന്നെയാണ്. ദേവാലയത്തിൽ വന്നാൽ എന്ത് കിട്ടുമെന്ന് ഞങ്ങളെക്കാളൊക്കെ പ്രായമുള്ള കുറേ ആളുകൾ നിങ്ങൾ മുന്നിലിരിക്കുന്നില്ലേ? ദേവാലയത്തിൽ വന്നിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും പറയുകയും ചെയ്യേണ്ട കാര്യമാണ്. പള്ളിയിൽ വന്നാൽ എന്താണ് കിട്ടുന്നത്? നിങ്ങളൊരു വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിട്ടില്ലേ? ഒരുക്കം എപ്പോൾ മുതൽ തുടങ്ങും? വിശുദ്ധ കുർബാനയുടെ തലേന്ന് സന്ധ്യ മുതൽ തുടങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തലേന്ന് സന്ധ്യയ്ക്ക് ആരംഭിക്കുന്ന ഒരു ഒരുക്കമാണ്. ഇതൊരു വലിയ പ്രോസസ്സാണ്, ഇതൊരു വലിയ സംഗതിയാണ്. ഇതൊക്കെ നമുക്കറിയാം. എങ്ങനെ അറിയാം? തിയറിയിൽ അറിയാം. നമ്മൾ കേട്ടിട്ടുണ്ട്, സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, അച്ഛന്മാരിങ്ങനെ പറയാറുണ്ട്. സന്ധ്യാ നമസ്കാരത്തിൽ തുടങ്ങുന്ന ഒരുക്കം ഈ പുരോഹിതൻ രാവിലെ മുതൽ വീണ്ടും രഹസ്യ പ്രാർത്ഥനകളൊക്കെ നടത്തി രാത്രി പ്രാർത്ഥനയോടെ വീണ്ടും പുനരാരംഭിക്കും. രാത്രി പ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്രഭാത പ്രാർത്ഥനയൊക്കെ എല്ലാ നമസ്കാരങ്ങളും പൂർത്തീകരിച്ച പുരോഹിതൻ വീണ്ടും ജനങ്ങൾക്ക് പ്രഭാത പ്രാർത്ഥന തുടങ്ങി തന്നിട്ട് എന്ത് ചെയ്യും? തൂയോബോയ്ക്ക് പ്രവേശിക്കും. തൂയോബോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഒരുക്ക ശുശ്രൂഷ എന്നാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ സെയിന്റ് ജോൺ ക്രിസോസ്റ്റം മനോഹരമായി വ്യാഖ്യാനിക്കുന്നത് അത് കർത്താവിന്റെ ഗർഭധാരണ സമയം എന്നാണ്, പഴയ നിയമത്തിന്റെ സമയം എന്നൊക്കെയാണ് ഈ തൂയോബോയെ വ്യാഖ്യാനിക്കുന്നത്. തൂയോബോ പ്രാർത്ഥനയിൽ പുരോഹിതൻ അവിടെ വാങ്ങിപ്പോയവരെ, ജീവനോടിരിക്കുന്നവരെ, ആരെയൊക്കെ ഓർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആയവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അപ്പവീഞ്ഞുകൾ ക്രമീകരിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ ശുശ്രൂഷ അവിടെ ഇങ്ങനെ നടക്കും. ശരീരങ്ങളുടെ ക്രമീകരണം, അതിനെ ശോശപ്പ് കൊണ്ട് മൂടുന്ന ശുശ്രൂഷ, അംശവസ്ത്രധാരണം, ഈ തൂയോബോ പ്രാർത്ഥനയിൽ തന്നെയുള്ള വിവിധ മധ്യസ്ഥ പ്രാർത്ഥനകൾ, ധൂപ പ്രാർത്ഥനകൾ, പ്രോമിയോൻ സിതറകൾ, ഇതൊക്കെ വായിക്കും. ശേഷം രഹസ്യങ്ങളെയൊക്കെ മൂടിവെച്ച പുരോഹിതൻ ഇതിനുശേഷം പരസ്യമായ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിനായിട്ട് ഒരുങ്ങി നിൽക്കും. പരസ്യമായ വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോഴെങ്കിലും നമ്മുടെ ആളുകൾ എന്ത് ചെയ്യണമെന്നാ? പള്ളിയിൽ വരണമെന്നാ. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. എന്നോട് ചോദിക്കുകയാണ്, അച്ഛാ, നമ്മുടെ പള്ളികളിൽ പരസ്യമായ വിശുദ്ധ കുർബാന തുടങ്ങുമ്പം പള്ളിയിലെ അവസാനത്തെ ആളും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉവ്വെന്ന് ഞാൻ പറഞ്ഞാൽ എന്തായി? കള്ളമായി. അതുകൊണ്ട് ഞാൻ കള്ളം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഞാൻ മറ്റൊന്ന് പറഞ്ഞ് ആരെയും വേദനിപ്പിക്കുന്നുമില്ല. ആയതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നിടത്ത് നമ്മുടെ ആളുകൾ എല്ലാവരും എത്തിച്ചേരാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉള്ളവരുണ്ടാകും. പക്ഷെ ഇല്ലാത്ത കുറേ ആളുകളെങ്കിലും അധികമുണ്ട്.
അത് ഞങ്ങൾ അച്ഛന്മാരൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് സാധാരണഗതിയിൽ എന്ത് തോന്നും? ഒരു അനിഷ്ടം തോന്നും. ഞങ്ങളുടെ ജോലികളില്ലേ, ഞങ്ങളുടെ ജോലികളില്ലേ, ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ഒത്തിരി ഉത്തരവാദിത്തങ്ങളില്ലേ? ഒരു ഡോക്ടറുടെ അപ്പോയിൻമെന്റ് എടുത്ത് 7 മണിക്കെന്ന് ഡോക്ടർ പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ 6:45 അവിടെ പോയിരിക്കും, ഹാജരാകും, പ്രസന്റ് ഇട്ട് വെക്കും. 6:45 അവിടെ ഹാജരാകും. പക്ഷെ വിശുദ്ധ കുർബാനയുടെ കാര്യം പറഞ്ഞാൽ അന്നേരം അച്ഛന്മാരോടൊക്കെ ഇച്ചിരി പിണക്കം വരും. അത് മുഴുവനായിട്ട് അങ്ങ് പറയണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പോകും. ശരിക്കും അന്തോണീസ് തിരുമേനി പറഞ്ഞൊരു സംഗതി ഞാൻ കേട്ടിട്ടുണ്ട്. തിരുമേനി കഥയായിരിക്കും ഒരു പക്ഷെ, തിരുമേനി പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ്. ഒരാളോട് ചോദിക്കുകയാണ്, നീ എപ്പോഴാണ് വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത്? അവനിങ്ങനെ മറുപടി പറയും, ഈ മറിയാം തിന്തകത്വം എന്നൊക്കെ പറയുന്ന ഒരു സമയമുണ്ടല്ലോ, അപ്പം ഞാൻ പള്ളിയിലോട്ട് വരും എന്നാ പറഞ്ഞു. വേറൊരാളോട് ചോദിക്കും, നീ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അയാൾ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ഈ ഇന്റർവെലിന്റെ സമയത്താണ് ഞാൻ വരുന്നത്. പിന്നെയാണ് മനസ്സിലായത് തുബദേന്റെ സമയമാണ് ഉദ്ദേശിക്കുന്നതെന്ന്. പിന്നെ മറ്റൊരാളോട് ചോദിക്കും, നിന്റെ സമയം എപ്പോഴാണ്, നീ പള്ളിയിൽ വരുന്നത്? അവനിങ്ങനെ മറുപടി പറയും, ഇത്രേ, ഈ അച്ഛനെ വിലങ്ങ് വെച്ചതുപോലെ പുറത്തു കൊണ്ടുവരുന്നൊരു സമയമില്ലേ, ആ സമയത്ത് ഞാൻ എത്തിച്ചേരാറുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും വിശുദ്ധ കുർബാനയ്ക്ക് ഒരു വിശ്വാസി സംബന്ധിക്കേണ്ട സമയത്തെ പറ്റി ഇനി ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമാണ്. പരസ്യമായി മറ തുറന്ന് വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുമ്പോൾ പുരോഹിതൻ തമ്പുരാനെ പ്രസവിച്ച അമ്മയുടെയും അവനെ മാമോദീസ മുഖ്യ യോഹന്നാന്റെയും മധ്യസ്ഥതയിൽ പ്രാർത്ഥനകൾ ആരംഭിച്ചുകൊണ്ട് തുടങ്ങും. സകല വിശുദ്ധന്മാരെയും ശുദ്ധിമതികളെയും വാങ്ങിപ്പോയവരെയും ജീവനോടിരിക്കുന്നവരെയും എല്ലാം ഓർക്കുന്ന പ്രാർത്ഥന നമ്മൾ അതിന്റെ തൊട്ടുപിറകെ പ്രാർത്ഥിക്കും. പിന്നീട് ത്രൈശുദ്ധ കീർത്തനമാണ്, തൃത്വത്തെ സ്തുതിക്കുന്ന കീർത്തനമാണ്. പിന്നീട് സ്ലീഹായിൽ നിന്ന് സ്ലീഹന്മാരുടെ പുസ്തകങ്ങൾ 2 വശങ്ങളിൽ നിന്നും ശുശ്രൂഷകൻ ഉറക്ക വായിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കും. ഇനി സ്ലീഹന്മാരുടെ വായനകൾക്ക് ശേഷം ഇനി പ്രധാനപ്പെട്ട സംഗതി നടക്കാനുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അത് സുവിശേഷം, കർത്താവിന്റെ വചനങ്ങൾ ഇനി ഇവിടെ വായിക്കപ്പെടും എന്ന് നമ്മളോട് എല്ലാവരോടും പറയുകയാണ്. അതിനുശേഷം വളരെ ആഘോഷമായി പുരോഹിതൻ ഏവൻഗേലിയോൻ, കർത്താവിന്റെ വചനങ്ങൾ എടുത്ത് പടിഞ്ഞാറേക്ക് കൊണ്ടുവന്ന് ഉറക്കെ നിങ്ങളെല്ലാവരും കേൾക്കെ അത് വായിക്കും. ആയതിനു ശേഷം പ്രാർത്ഥനകൾ ഇങ്ങനെ അനവധിയായി നടത്തും. എന്താണ്? ധൂപപ്രാർത്ഥന നടത്തും, റോമിയൻ സദ്ര. അതിൽ തന്നെ പല മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ട്. വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ഓർക്കുന്ന, വാങ്ങിപ്പോയവരെ ഓർക്കുന്ന, ജീവനോടിരിക്കുന്നവരെ ഓർക്കുന്ന പല പ്രാർത്ഥനകളുണ്ട്. ധൂപക്കുറ്റി ആകാശത്തെയും ഭൂമിയെയും ശുദ്ധീകരിക്കുന്ന കണക്ക് പുരോഹിതൻ നെഞ്ചുപൊട്ടി പാപിയാണ്, ദാസനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിതാവ് പരിശുദ്ധനും പുത്രൻ പരിശുദ്ധനും ജീവനും വിശുദ്ധിയുമുള്ള റൂഹ പരിശുദ്ധനും എന്നൊക്കെ പറഞ്ഞ് ധൂപക്കുറ്റി വാഴ്ത്തും. ശേഷം നിലത്തിങ്ങനെ ഇരുന്നിട്ട് നിങ്ങളെല്ലാവരും തന്ന പേരുകൾ ഇങ്ങനെ ഓർക്കും. അത് മുൻപ് പല പ്രാവശ്യങ്ങളിൽ ഓർത്തത് വീണ്ടും ആവർത്തനത്തോടെ ഇങ്ങനെ ഓർക്കും. പിന്നീട് ദർഗായിൽ കയറി നിന്നുകൊണ്ട് സമാധാനത്തിന്റെ പ്രാർത്ഥനകൾ നടത്തും. ആയതിനു ശേഷം രഹസ്യങ്ങളെ മൂടിയിരിക്കുന്ന ശോശപ്പയെടുത്ത് ആഘോഷിച്ചത് തീക്കൽ പാറയാണ്. ഇസ്രായേൽ ജനത്തിന് വെള്ളം ഒഴുക്കിക്കൊടുത്ത തീക്കൽ പാറ നീയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് പുരോഹിതൻ ഇതിങ്ങനെ ജനങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്തു വെക്കും. ശേഷം എൻ്റെ കർത്താവ് അവസാനം നടത്തിയ പ്രാർത്ഥനകൾ, ശരീരത്തെ രക്തമാക്കുന്ന, അപ്പത്തെ ശരീരമാക്കുന്ന പ്രാർത്ഥനകൾ പുരോഹിതൻ അവിടെ നടത്തും. വിഭജിച്ചു കൊടുത്തത് നമ്മളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കും. പിന്നീട് പരിശുദ്ധ റൂഹ ആവസിക്കട്ടെ, ഈ അപ്പത്തെ ശരീരമാക്കട്ടെ, ഈ വീഞ്ഞിനെ രക്തമാക്കട്ടെ, കലർത്തപ്പെട്ട കാസായി രക്തമാക്കട്ടെ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നിലിരിക്കുന്ന വീഞ്ഞുകൾ ശരീരവും രക്തവുമാകുന്നത് പുരോഹിതൻ ഇങ്ങനെ നേരിട്ട് കാണും, നിങ്ങളെ കാണിക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അതിനുശേഷം 6 വീതമുള്ള 3 മധ്യസ്ഥ പ്രാർത്ഥനകൾ അവിടെ ഇങ്ങനെ നടത്തും. ശേഷം ഖണ്ഡിപ്പിന്റെ ശുശ്രൂഷ നടത്തും. കർത്താവ് പിടഞ്ഞു മരിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലും ഓർമ്മയും, ശരീരം രക്തത്തിൻ്റെതെന്നും രക്തം ശരീരത്തിൻ്റെതെന്നും ആവർത്തിച്ചു പറയും. പിന്നീട് രഹസ്യങ്ങളെ ഒക്കെ പുരോഹിതൻ വലിയ രീതിയിൽ ആഘോഷിക്കും. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനകൾ പറയും, ധൂപപ്രാർത്ഥനകൾ നടത്തും. കർത്താവിന്റെ 2ാമത്തെ വരവിനെ വളരെ ഭംഗിയായി അനാവരണം ചെയ്യുന്നത് പോലെ 2ാമത്തെ വരവ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരും. ആയതിനു ശേഷം അവസാനം പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു സംഗതി തരും. എന്താ? നിങ്ങളോട് ഇങ്ങനെ പറയും, സേലോൻ ബശലോ മാഹായിൻ ഹബീബായിൻ, എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും വഴിയാത്രാ ഭക്ഷണത്തോടും പരിശുദ്ധവും മഹത്വമുള്ളതുമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്ന സമയത്ത് എങ്ങനെ പോകണമെന്നാ? സമാധാനത്തോടെ പോകണം അത്രേ. 2ാമത് പറയും, ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരുണ്ട്, ജീവനുള്ളവരോടുകൂടെ വാങ്ങിപ്പോയവർ. നമ്മുടെ കർത്താവിന്റെ ജയമുള്ള സ്ലീബായാൽ മുദ്രയിടപ്പെട്ടവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, പാപങ്ങളെ ക്ഷമിക്കും, വിശ്വാസികളായി നിങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും, സ്വയം ഇല്ലാതാക്കി
സ്വയം ഇല്ലാതാക്കി പുരോഹിതൻ ഇങ്ങനെ പറയും വീണ്ടും, ഞാൻ ബലഹീനനാണ്, പാപിയാണ്, ദാസനാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? കരുണ പ്രാപിപ്പാൻ ഇടയാകണം. നിങ്ങൾ എങ്ങനെ പോകണം? സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകണം. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവസാന ഭാഗം വളരെ പ്രസക്തമാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെ പോകണം എന്നാ? സന്തോഷത്തോടെ പോകണം, ആനന്ദത്തോടെ പോകണം, സമാധാനത്തോടെ പോകണം. പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. അവസാനം അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ്, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നിർത്തും. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജനിച്ച അന്ന് മുതൽ കേൾക്കുന്നതാണ് ഇതെന്ത്? നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വളരെ സത്യസന്ധമായി ചോദിച്ചാൽ, ഈ ഇരിക്കുന്നവരിൽ എത്ര പേര് നിങ്ങളുടെ വികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്? എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വികാരി അച്ഛനെ തമ്പുരാനെ കാത്തോണേന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഒരാൾ പോലും കൈവക്കിയിട്ടില്ല. സന്തോഷമുണ്ട്. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, പുരോഹിതൻ തോറ്റുപോകുന്നത് ജനങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണത്രേ. പുരോഹിതൻ തോറ്റുപോകുന്നത് ജനങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണത്രേ. ഒരാൾക്കും തോൽക്കാൻ മനസ്സുള്ളവരല്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒത്തിരി വെല്ലുവിളികൾ നേരിടുന്ന ഈ ലോകത്ത് വളരെ സൂക്ഷ്മതയോടുകൂടെ വളരെ കെയർഫുള്ളായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഓരോ പുരോഹിതനും തോറ്റുപോകാൻ ആഗ്രഹിക്കാത്തവരാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാം, മക്കളെ പള്ളിയിൽ വന്നാൽ ഇങ്ങനെ ചില സംഗതികളുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പള്ളിയിൽ വരണമെന്ന് പറയാം. അവരെ നമ്മൾ അങ്ങനെ വളരെ കൺവിൻസ് ചെയ്ത് പള്ളിയിലേക്ക് കൊണ്ടുവന്നു എന്ന് വെക്ക്. എല്ലാവരെയും നമ്മൾ വളരെ ആത്മാർത്ഥമായി വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, അവരെ നമ്മൾ എന്ത് ചെയ്യും? പള്ളിയിലേക്ക് കൊണ്ടുവരും. ഒരാഴ്ച വരുന്നവർ പിന്നെ അടുത്ത ആഴ്ച എന്ത് ചെയ്യാറില്ല? വരാറില്ല. ഒരാഴ്ച പള്ളിയിൽ വരുന്നവർ എന്ത് ചെയ്യാറില്ല? അടുത്ത ആഴ്ച കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാറില്ല? പള്ളിയിലേക്ക് വരാറില്ല. അപ്പം ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ കൂലങ്കഷമായി ചിന്തിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ടും പിന്നെന്ത് ചെയ്യുന്നില്ല? പള്ളിയിലേക്ക് വരുന്നില്ല. അതിനെന്തായിരിക്കും കാരണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാനിങ്ങനെ മനസ്സിലാക്കുന്നത്, എൻ്റെ പള്ളിയിലെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന്, അവർ പള്ളിയിലേക്കൊക്കെ വരും. വലിയ സന്തോഷമാണ്. നമ്മൾ ഇത്രയൊക്കെ പറയുമ്പോൾ അവർക്ക് ഇത്രയും കിട്ടുമല്ലോ. അവർ പള്ളിയിലേക്ക് വരും. പള്ളിയിലേക്ക് വരുമ്പോൾ അവർ നേരിടുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യമാണ്, നിനക്ക് എത്ര A+ ഉണ്ട്? ഒന്നാമത്തെ ചോദ്യമാണ്, നിനക്ക് എത്ര A+ ഉണ്ട്? അതായത് ചോദ്യം കേട്ടാൽ തോന്നും 10 A+ ഇല്ലാത്ത നീ പള്ളിക്കകത്തോട്ട് കയറണ്ടെന്ന് ചോദിക്കുന്നത് പോലെയാണ്. അതുപോലെ തന്നെയാണ് ഈ 10 A+ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു വലിയ മാനദണ്ഡമാക്കി വെച്ചേക്കുക. ഈ 10 A+ അതില്ലാത്തവർക്ക് എന്തില്ല? അവർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറയുന്നത് പോലെയാണ് അവരോടുള്ള ഈ ചോദ്യം. ഞാനൊരു പള്ളിയിൽ കർശനമായി നടപ്പാക്കിയ ഒരു കാര്യമുണ്ട്. പള്ളിയിൽ 10ന്റെയും +2ന്റെയൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്ന സമയമുണ്ടല്ലോ, ഞാൻ എല്ലാവരോടും പറയും, ദയവ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പരീക്ഷ കഴിഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവരോട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ആശംസ, മക്കളെ പാസ്സായല്ലോ, സന്തോഷം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എത്ര A+ ഉണ്ടെന്ന് ചോദിക്കുന്നതിൽ എന്തില്ല അർത്ഥം? ആ ചോദ്യം കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പള്ളിയിൽ വരാത്ത കുഞ്ഞുങ്ങളുണ്ട്. ആ ചോദ്യം കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് എന്തില്ല? പള്ളിയിൽ വരാൻ സാധ്യതയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. രണ്ടാമത്തെ ചോദ്യമാണ്, വിവാഹമായില്ലേ? നമുക്ക് ആകാംക്ഷയാണ്, ഉത്കണ്ഠയാണ്. അവർക്ക് എന്തില്ല? വിവാഹമായില്ല. ചെറുപ്പക്കാരികളും ഒക്കെ വിവാഹം ആകാതിരിക്കുന്നതിന് ആഗ്രഹിക്കുന്നവരൊക്കെ വളരെ ചുരുക്കമാണ്. അവരോടുള്ള നമ്മുടെ ഒരു ചോദ്യമാണെന്ത്? വിവാഹമായില്ലേ? പിന്നത്തെ ചോദ്യം കുഞ്ഞുങ്ങളായില്ലേ എന്നാണ്. കല്യാണം കഴിഞ്ഞ ദമ്പതികൾ ആരെങ്കിലും ആഗ്രഹിക്കും, ദൈവം ഇവിടൊക്കെ വന്ന് എത്ര പേര് പ്രാർത്ഥിച്ചിട്ട് പോകുന്നുണ്ടാകും, പരുമലേക്ക് വന്ന് എത്രയോ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവരൊക്കെ ഇവരുടെ പേഴ്സണൽ ലൈഫിൽ മറഞ്ഞിരുന്ന എത്രയോ ആളുകൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ അറിയാതെ. എത്രയോ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരോടുള്ള നമ്മുടെ ആവർത്തിച്ച ചോദ്യമാണെന്ത്? കുഞ്ഞുങ്ങളായില്ലേ? പിന്നെ അവർ പള്ളി വരുമോ? ഈ ചോദ്യം കേൾക്കാനായിട്ട് അവർ പിന്നെ വരുമോ? പിന്നത്തെ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ജോലിയായില്ലേ? അതായത്
പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം നമുക്ക് ചോദ്യം കേട്ടാൽ ഇങ്ങനെ തോന്നും, വിപ്രോയിലൊക്കെ കുറേ ജോലിയുണ്ടല്ലോ, നിനക്ക് അതിൽ നിന്നൊന്നും എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചോദിക്കുന്നത് പോലെയാണ്. MRF-ൽ കുറേ ജോലിയുണ്ടല്ലോ, നിനക്ക് അതിലൊരു ജോലിക്ക് എന്നങ്ങ് ചേർന്നൂടെ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. കുഞ്ഞുങ്ങളുള്ള നമ്മുടെ ആവർത്തിച്ചുള്ള ചോദ്യമാണ്, നിനക്ക് ജോലിയായില്ലേ? ഇതൊക്കെ പോകട്ടെ, ഇതൊക്കെ നമുക്ക് വരെ പറഞ്ഞ് മനസ്സിലാക്കി നിർത്താം. ഇനി ഭീകരമായ ഒരു ചോദ്യം ഈ യുവതലമുറ നേരിടുന്ന ഒന്ന് ഈ ബോഡി ഷെയ്മിംഗ് ആണ്. ഞാനിത് പറയുന്നത് മുമ്പ് ആരെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാനായിട്ട് പാടില്ല. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാനിത് പറയുമെന്നുള്ളത് ഒരാളും അത് പറയാനായിട്ട് പാടില്ല എന്നുള്ള എൻ്റെ ധാർമ്മികമായ ഒരു ഉണർവിൽ നിന്നാണ് ഞാനതിങ്ങനെ നിങ്ങളോട് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, നിനക്ക് എത്ര തടിയാണ് വെച്ചിരിക്കുന്നത്? ഭക്ഷണമൊക്കെ കുറച്ച് കഴിക്കണം കേട്ടോ. നീ എന്താണ് മെലിഞ്ഞുണങ്ങിപ്പോയി? നീ ഒന്നും കഴിക്കുന്നില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ശരിക്കും ഒരാളുടെ ശരീരം അത് അയാളുടെ അവകാശവും അയാളുടെ പ്രോപ്പർട്ടിയും മാത്രമാണ്. ഇതിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാനായിട്ട് ഒരാൾക്കും എന്തില്ല, അനുവാദമില്ല. അതിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആർക്കും എന്തില്ല, അധികാരമില്ല. പക്ഷെ നമ്മുടെ ചോദ്യം ഇതാണ്, നീ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, എന്നാൽ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ ഒക്കെ അവർക്ക് തടി വെച്ചിട്ടുണ്ടോന്നോ വണ്ണം വെച്ചിട്ടുണ്ടോന്നോ ഒക്കെ അറിയാനുള്ള സാമാന്യമായ ഒരു ബോധം നമ്മളെല്ലാവരും അത് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും ചോദ്യങ്ങൾക്കിപ്പുറം എന്ത് ചെയ്യില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നില്ല. പക്ഷെ അവർ പുറത്തേക്ക് പോയാൽ എന്തില്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവരോട് അധികമില്ല. പക്ഷെ അവരിവിടെ വരുമ്പോൾ എന്തുണ്ട്, ഈ ചോദ്യങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട്. ഒരാൾ ദേവാലയത്തിലേക്ക് വന്നാൽ അയാൾ സന്തോഷത്തോടെ തിരികെ പോകാനുണ്ടാകേണ്ട ബാധ്യത അത് നമുക്ക് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് ഞാൻ. ഒരാൾ പള്ളിയിലേക്ക് വന്നാൽ അവർക്കൊരു പുഞ്ചിരി സമ്മാനിക്കാൻ, നിന്റെ വേദനകളിൽ ഞാൻ കൂട്ടുണ്ടെന്ന് പറയാൻ, അവരോട് ധാർമ്മികമായി ചേർന്ന് നിൽക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ആർക്കുണ്ടെന്ന് ഈ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആശ്രമത്തിലെ ഇളയ ആൾക്ക് 80 വയസ്സായപ്പോൾ അയാൾ പുറകിലേക്ക് നോക്കി, അയാളുടെ പുറകിൽ ആരും വന്നിട്ടില്ല. ആശ്രമത്തിൽ ചേരാനായിട്ട് പിന്നെ ആരും വന്നിട്ടില്ല. അതിന്റെ കാരണം അറിയാൻ വേണ്ടി അയാൾ കാട്ടിൽ ഏകാന്തവാസം ചെയ്യുന്ന ഒരു ഗുരുവിനെ കാണാനായിട്ട് പോയി. അയാൾ ഗുരുവിനോട് ഇങ്ങനെ പറഞ്ഞു, ഗുരു, എനിക്ക് 80 വയസ്സായി, ഞാനാണ് ആശ്രമത്തിലെ ഏറ്റവും ഇളയാൾ, എനിക്ക് പുറകിൽ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഗുരു ഒരു നിമിഷം മൗനത്തിൽ തുറന്നിട്ട് അയാളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ മശിഹായാണത്രേ. നിങ്ങളിൽ ഒരാൾ ആരാണ്? മശിഹായാണ്. അയാൾ തിരിച്ച് നാൽക്കവലയിലേക്ക് വന്നു. നാൽക്കവലയിൽ നിന്ന് അയാൾ വലിയ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരാൾ ആരാണ്? മശിഹായാണ്. ആശ്രമത്തിലേക്ക് ചെറുപ്പക്കാരുടെ കുത്തൊഴുക്ക് തുടങ്ങി. അവിടേക്ക് ആളുകൾ വരാൻ തുടങ്ങി. ആശ്രമത്തിന്റെ കവാടത്തിലെത്തുന്ന എല്ലാവരെയും ഈ സന്യാസി ശ്രേഷ്ഠൻ ആശ്രമത്തിന്റെ വാതിൽക്കൽ വെച്ച് ആലിംഗനം ചെയ്തിട്ട് ഇങ്ങനെ പറയും, കുഞ്ഞെ, ഈ ആശ്രമത്തിൽ ഒരാൾ ആരാണ്? മശിഹായാണ്. ഒരുപക്ഷെ അത് നീ ആയിരിക്കും എന്ന് പറയാനായിട്ട് തുടങ്ങി. ശരിക്കും ആ ആശ്രമത്തിന്റെ അന്തരീക്ഷം തന്നെ മാറിപ്പോയി. ശരിക്കും ദേവാലയത്തിന്റെ കോമ്പൗണ്ടിൽ കയറുമ്പോഴെങ്കിലും നമുക്ക് പറയാനായിട്ട് സാധിക്കണം, എന്ത് നമ്മളിൽ ഒരാൾ ആരാണ്? മശിഹായാണ്. നമ്മുടെ ഈ കൂട്ടത്തിൽ ഒരാൾ ആരാണെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മശിഹായ്ക്ക് ഇണങ്ങുന്ന മട്ടിൽ നമ്മളെ പരുവപ്പെടുത്താനായിട്ട് തുടങ്ങും. എന്റെ മുന്നിൽ നിൽക്കുന്നത് മശിഹായാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് തുടങ്ങും. മശിഹായോട് ഞാൻ ചോദിക്കത്തില്ല, മശിഹായ്ക്ക് എന്താ ഇത്ര തടി വെച്ചിരിക്കുന്നത്, മശിഹായ്ക്ക് എത്ര A+ കിട്ടിയെന്ന് ഞാൻ ചോദിക്കത്തില്ല. മശിഹ എന്താ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കത്തില്ല. ഞാൻ എന്നെ തന്നെ പരുവപ്പെടുത്തിയെടുക്കാനായിട്ട് തുടങ്ങും. ശേഷം ഇവിടെ വരുന്ന ഓരോരുത്തരും എങ്ങനെ തിരിച്ചു പോകും? സന്തോഷത്തോടെ തിരിച്ചു പോകും. ദേവാലയത്തിൽ വരുന്ന ഓരോരുത്തരും സന്തോഷത്തോടെ തിരിച്ചു പോകാനായിട്ടുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കുമുണ്ട്. ആ ഷണ്ഡൻ യെരുശലേം ദേവാലയത്തിൽ വന്നു. അയാളുടെ തിരികെയുള്ള യാത്ര സന്തോഷത്തോടെ ആയിരുന്നു. അയാൾ സന്തോഷത്തോടെ തിരിച്ചു പോകാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവൻ വായിക്കുന്നത് കണ്ടു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ അവൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കണ്ടു. തിരുവചനം പഠിക്കുകയായിരുന്നു എന്നുള്ളതാണ് അവൻ സന്തോഷത്തോടെ തിരികെ പോകാനുണ്ടായ മറ്റൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. വചനം വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്കൊരു കഥ കേട്ടു. അതിങ്ങനെയാണ്, ഒരിക്കലൊരു
പാസ്റ്ററിനെ പ്രസംഗത്തിന് വിളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കമ്മിറ്റിയുടെ കൂടിയാലോചന നടക്കുകയാണ്. പാസ്റ്റർ പ്രസംഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, നല്ല പ്രസംഗകനാണ്. പക്ഷെ അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങിയാൽ അച്ഛന്മാരെയും മെത്രാച്ചന്മാരെയും കുറ്റം പറയും. അപ്പോൾ വേദപുസ്തകത്തിൽ ഏത് വാക്യം എടുത്താലും അദ്ദേഹം എന്ത് ചെയ്യും? അച്ഛന്മാരെയും മെത്രാച്ചന്മാരെയും കുറ്റം പറയും. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒരുമിച്ച് കഴിയല്ലേ. അപ്പോൾ അവരുടെ സംഘാടകർക്കൊക്കെ അതൊരു വിഷമമാണ്. നമ്മൾ എന്ത് തന്നെ നമ്മുടെ വേദശാസ്ത്രത്തിൽ ഒത്തിരി അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ സ്നേഹമായിട്ട് അയൽക്കാരായിട്ടൊക്കെ കഴിയുന്നവരല്ലേ. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല. ആയതുകൊണ്ട് ഈ പാസ്റ്ററിന് നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ഒരു വിഷയം കൊടുക്കാം എന്ന് തീരുമാനിച്ചിട്ട് അവര് ഒരു വിഷയം കൊടുത്തു. പാസ്റ്റർ വന്നപ്പോൾ പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്ററെ പ്രസംഗിക്കേണ്ട വിഷയം ഇതാണ്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്താ? ഒന്നുകൂടെ പറഞ്ഞ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. പാസ്റ്റർ പ്രസംഗപീഠത്തിൽ കയറി പ്രസംഗം ആരംഭിച്ചു. പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ആദ്യം പ്രസംഗിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം ഇതാണ്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒന്നുകൂടെ നിങ്ങൾ കേട്ടോണം, ഇതാണ് വിഷയം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്, അല്ലാതെ അച്ഛന്മാരും മെത്രാച്ചന്മാരും അല്ല. പ്രസംഗം ആരംഭിച്ചു. ആദിയിൽ ദൈവമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതല്ലാതെ അച്ഛന്മാരും മെത്രാച്ചന്മാരും അല്ല. വേദപുസ്തകം, തിരുവചനം ആർക്കും വ്യാഖ്യാനിക്കാവുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെ ഒരു ഫോട്ടോ എടുത്തിട്ട് ചാറ്റ് GPT പറഞ്ഞാൽ മതി, ഇത് എനിക്ക് ഒന്ന് വ്യാഖ്യാനിച്ച് തരണം എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യും? അതിൻ്റെ ഇൻ്റലക്റ്റ് വെച്ച് അതെന്ത് ചെയ്യും? നമുക്ക് വ്യാഖ്യാനിച്ചു തരും. പക്ഷേ എൻ്റെ അമ്മച്ചിയൊക്കെ വേദപുസ്തകം വായിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലും കോമണായി കണ്ടിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. വൈകുന്നേരം 6 മണിയാവുമ്പോൾ നിലത്തൊരു പായിട്ട് ഭിത്തിയോട് ചാരിയിരുന്ന് തലയിലൊരു തുണിയിട്ട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ വല്യമ്മച്ചി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ അമ്മയുടെയൊക്കെ കാലഘട്ടം ആയപ്പോഴത്തേക്ക് അവർ കസേരയിലേക്ക് മാറി കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറും ചിന്തിക്കാറും ഒക്കെ ഉണ്ട്. അവർ വേദപുസ്തകത്തെ പറ്റി വലിയ തിയോളജിക്കൽ ഡെപ്ത് ഒന്നും ഉള്ളവരാ, വായനയൊന്നും ഉള്ളവരായിരുന്നില്ല. പക്ഷെ അവർക്ക് യേശു എന്ന് പറഞ്ഞാൽ 100 നാവാണ്. അവർക്ക് യേശു എന്ന് പറഞ്ഞാൽ 100 നാവാണ്. അവർക്ക് അതിനപ്പുറത്ത് വേറെ ഒന്നും പറയാനായിട്ടില്ല. അവർക്ക് യേശു എന്ന് പറഞ്ഞാൽ 100 നാവാണ്. അവർ വേദപുസ്തകത്തെ വായിച്ചു പോകുമെന്നല്ലാതെ ഇതിനകത്ത് ക്രിസ്റ്റോളജി അവർക്ക് അറിയാനായിട്ട് പാടില്ല, ഇതിനകത്ത് ന്യൂമറ്റോളജി അവർക്ക് അറിയാനായിട്ട് പാടില്ല, ഇതിനകത്ത് റിസറക്ഷൻ്റെ തിയോളജി അവർക്ക് അറിയാനായിട്ട് പാടില്ല, ഓൾഡ് ടെസ്റ്റാമെന്റിൽ മേജർ പ്രൊഫറ്റിനെയും മൈനർ പ്രൊഫറ്റിനെയും അവർക്ക് അറിയാനായിട്ട് പാടില്ല. ഇതൊന്നും അറിയാൻ പാടില്ലെങ്കിലും അവർ വേദപുസ്തകത്തെ കാണുന്ന ഒരു രീതിയും അവർ വേദപുസ്തകത്തോട് ഇടപെടുന്ന ഒരു രീതിയും അവർ വേദപുസ്തകത്തിലെ ഓരോ കഥാപാത്രങ്ങളും നിരീക്ഷിക്കുന്ന രീതിയുമൊക്കെ എത്ര മനോഹരമായിരുന്നു, എത്ര ഭംഗിയായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, വേദപുസ്തകം ഒരു പുസ്തകം എന്നതിലുപരി അത് ഒരു റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. വേദപുസ്തകം ഒരു സാധാരണ പുസ്തകം എന്നതിലുപരി അത് റെസ്പോൺസിബിലിറ്റിയാണ്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നിങ്ങളല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മശിഹായെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടവരായിട്ട് മാറും. ഇറ്റ്സ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി, ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. അത് വേദപുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല? നിങ്ങൾക്ക് നിങ്ങളുടേതായി ചിന്തിക്കാൻ എന്തില്ല? അവകാശമില്ല. നിങ്ങൾ അതിനകത്തെ പോലെ പ്രവർത്തിക്കാനായിട്ട് മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ? അവകാശമുള്ളൂ. നിങ്ങളുടെ പിന്നീടുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഉപാധികളില്ലാതെ ക്ഷമ കൊടുക്കേണ്ടി വരും, ഉപാധികളില്ലാതെ സ്നേഹം കൊടുക്കേണ്ടി വരും, ഉപാധികളില്ലാതെ മാപ്പ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇസഹാക്കിന്റെ 2 മക്കൾ യാക്കോബും ഏശാവും. വേദപുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങൾ കാണുന്ന ഒരു സംഗതിയാണ് ഞാൻ പറയുന്നത്. ഏശാവിനെ പറ്റിച്ചിട്ട് യാക്കോബ് എന്ത് ചെയ്യുന്നു? സ്വത്തുക്കളൊക്കെ കൈക്കലാക്കി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുക, എന്നെ ഏശാവ് കൊന്നുകളയും. അവൻ അത്ര വിരോധമുണ്ട്, ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തവനാണ്, എന്നെ എന്ത് ചെയ്യും? കൊന്നുകളയും. അതുകൊണ്ട് അവൻ ദൂരദേശത്തേക്ക് ഓടിപ്പോകും. കാലഘട്ടത്തിന്റെ അനിവാര്യതയിൽ അവൻ ഒരിക്കൽ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ടൊരു മലഞ്ചെരുവിൽ ഇങ്ങനെ നിൽക്കും. ദൂരെ നിന്ന് ഏശാവ് ആരെ കാണും? യാക്കോബ് വേദപുസ്തകത്തിൽ ഇതിനേക്കാൾ മനോഹരമായി മറ്റെന്തെങ്കിലും ഭാഗമുണ്ടോ? നിന്ന് പോയി വായിച്ചു നോക്കണം. ദൂരെ നിന്നിട്ട് ഏശാവ് ആരെ കാണും? യാക്കോബിനെ കാണും. യാക്കോബിനെ കണ്ടിട്ട് ഏശാവ് ഓടി വരും. യാക്കോബിന്റെ മനസ്സിൽ പല ചിന്തകളാണ്. ഞാൻ ഇനി എവിടേക്കും ഓടുന്നില്ല, ഞാൻ ഇനി എവിടേക്കും ഓടിപ്പോകുന്നില്ല,
അവൻ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, ഞാൻ ഇങ്ങനെ നിസ്സഹായനെ പോലെ നിൽക്കും എന്ന് പറഞ്ഞ് യാക്കോബ് ഇങ്ങനെ നിൽക്കും. ഓടി വരുന്ന ഏശാവ് യാക്കോബിനടുത്തെത്തിയിട്ട് യാക്കോബിനെ എന്ത് ചെയ്യും? കെട്ടിപ്പിടിക്കും. യാക്കോബിനെ കെട്ടിപ്പിടിക്കും. പിന്നെ ഒരു കുറച്ച് നേരത്തേക്ക് ആ വേദപുസ്തകത്തിന്റെ സീനിൽ മുഴുവൻ കരച്ചിലാണ്. ആ ഒരു സമയത്ത് മുഴുവൻ എന്താണ്? ഇരുവരും പൊട്ടിക്കരയും. കുറേ സമയം അവർ കരയും. അവസാനത്തെ വാക്യമാണ് പ്രസക്തം. യാക്കോബ് ഏശാവിനോട് ഇങ്ങനെ പറയും, ഇപ്പോൾ നിന്റെ മുഖം ദൈവത്തിന്റെ മുഖം പോലെ ഇരിക്കുന്നത്രേ. ഇപ്പോൾ നിന്റെ മുഖം ദൈവത്തിന്റെ മുഖം പോലെ ഇരിക്കുന്നത്രേ. നിന്റെ മുഖം ഇപ്പോൾ കാണാൻ എങ്ങനെയുണ്ടത്രേ? വേദപുസ്തകം വായിക്കുന്ന എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്കിത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഒരിറ്റ് കണ്ണീരോടെ അല്ലാതെ ഇത് മാറ്റി വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നിങ്ങളുടെ മുഖം എങ്ങനെയാണ്? യാക്കോബിന്റെ ബോസയിലുണ്ട് കേട്ടോ, കണ്ണീരാൽ കഴുകിയ മുഖത്തിന് അനശ്വരതയുടെ സൗന്ദര്യമുണ്ടെന്ന്. യാക്കോബ് മൽപ്പൻ പാടിയതാണ്. കണ്ണീരാൽ കഴുകുന്ന മുഖത്തിന് അനശ്വരതയുടെ സൗന്ദര്യമുണ്ട്. അദ്ദേഹം ഒരു ബോസയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, if you wish to paint a picture of repentance, you should add your sorrowful tears with the colors. നീ അനുതാപം ചിത്രമാക്കാൻ നോക്കുന്നെങ്കിൽ വർണ്ണഛായമൊന്നും കൈക്കൊള്ളേണ്ട, കണ്ണീരേൽക്കുന്നാണ്. നിനക്ക് അനുതാപം ഉണ്ടാകും എന്നുള്ള നിശ്ചയമാണ് എന്ത് വായിക്കുമ്പോൾ വേദപുസ്തകം വായിക്കും. പക്ഷേ നമ്മൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വൈകിപ്പോകുന്നിടത്ത് വിജാതീയനായ ഒരുവൻ വേദപുസ്തകത്തിൽ നിന്ന് പ്രാധാന്യം ഉൾക്കൊണ്ടിട്ട് അവൻ തിരികെ എങ്ങനെ പോകുന്നു? അവൻ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. തിരുവചനം മനുഷ്യനെ ക്രിസ്തുവാക്കി മാറ്റാനായിട്ട് ഇങ്ങനെ വല്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വേഷങ്ങളിൽ ക്രിസ്ത്യാനികളാകാനായിട്ട് ശ്രമിക്കുന്നവരുടെ കാലഘട്ടത്ത് വേദപുസ്തകം ഒരു വലിയ ചോദ്യചിഹ്നമാണ്. വേഷങ്ങളിൽ ക്രിസ്ത്യാനികളാകാനായിട്ട് ആളുകൾ ബന്ധപ്പെടുന്നിടത്ത് വേദപുസ്തകം വലിയൊരു ചോദ്യചിഹ്നമാണ്. നിങ്ങൾ തോക്കെടുക്കേണ്ട, ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും കേട്ടോ. മാർത്തോമായിൽ ക്രിസ്തോസും തിരുമേനി ഇങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ കൊല്ലത്ത് നിന്ന് ചെങ്കോട്ടയിലേക്കുള്ള യാത്രയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കുറേ സമയം അവിടെ കിടക്കേണ്ടതായിട്ട് വന്നപ്പോൾ തിരുമേനി അടുത്ത് കണ്ട ഒരു വീട്ടിലേക്ക് പോയി. നന്നായി ദാഹിച്ചു. വീട്ടുകാരനോട് പറഞ്ഞു, എനിക്കൊരു കരിക്ക് വേണം കുടിക്കാൻ എന്ന് പറഞ്ഞു. മാർത്തോമായിലെ മെത്രാച്ചന്മാർക്കും അച്ഛന്മാർക്കൊക്കെ അവരുടെ സഭ യാത്രാവേളയിൽ കുപ്പായം അധികം ഉപയോഗിക്കേണ്ടെന്നൊരു സൗകര്യമൊക്കെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. തിരുമേനി ഒരു നല്ല മുണ്ടും ടീഷർട്ടും ധരിച്ചിരുന്നു എന്നാണ് തിരുമേനി എഴുതിയിരിക്കുന്നത്. തിരുമേനി അവിടെ ചെന്നിട്ട് വീട്ടുകാരനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് കുടിക്കാൻ ഒരു കരിക്ക് വേണം. വീട്ടുകാരൻ പറഞ്ഞു, ഇങ്ങേർക്ക് ഒരു കരിക്ക് എന്നാൽ ബാക്കി എല്ലാവരും കരിക്കും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വരും, അതുകൊണ്ട് ഉപദ്രവിക്കാതെ പോകണമെന്ന് പറഞ്ഞു. തിരുമേനി കേട്ടവാതി തിരിച്ച് ട്രെയിനിലേക്ക് പോന്നു. തിരുമേനി തിരിച്ചു പോകുമ്പോഴാണ് 2-3 കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് കളിക്കുന്നത്. അവര് തിരുമേനിയെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ പോകുന്ന വല്യപ്പനെ നോക്കിക്കുക, നമ്മുടെ ക്രിസ്തോസൻ തിരുമേനിയുടെ ലുക്കില്ലേ എന്ന് പറഞ്ഞു. തിരുമേനിക്ക് പന്തികേട് തോന്നി. തിരുമേനി അല്പം കൂടെ സ്പീഡിൽ നടന്ന് ട്രെയിനിൽ കയറി. ഇവര് കുഞ്ഞുങ്ങളല്ലേ, വിട്ടില്ല. തിരുമേനിയുടെ കൂടെ ട്രെയിനിൽ കയറി. തിരുമേനിയുടെ കുപ്പായം തൂക്കിയിട്ടിരിക്കുന്നതായിട്ട് ഒരുത്തൻ ഇങ്ങനെ ഉറക്കെ വിളിച്ചു, നമ്മുടെ ക്രിസ്തോസൻ തിരുമേനി എവിടെ ഉണ്ട്? ട്രെയിനിലുണ്ടെന്ന് പറഞ്ഞു. നോക്കിക്കുക, തിരുമേനി എഴുതുന്നു, 5 മിനിറ്റ് കൊണ്ട് എൻ്റെ ക്യാബിനൊരു വലിയ തീന്മേശയായി. 5 മിനിറ്റ് കൊണ്ട് എൻ്റെ ക്യാബിനൊരു വലിയ തീന്മേശയായി. അവസാനം തിരുമേനി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വളരെ പ്രസക്തമാണ്. തിരുമേനി ഇങ്ങനെ ചോദിക്കും, ഞാനായത് എപ്പോഴാണ്? ഞാൻ എൻ്റെ വേഷമെടുത്ത് അടിഞ്ഞപ്പോഴാണ്. ഞാനായത് എൻ്റെ വേഷമെടുത്ത് അണിഞ്ഞപ്പോഴാണ്. പക്ഷേ നമുക്ക് നല്ല ചിന്തയാണ്, നമുക്ക് നല്ല തോന്നലും ചിന്തയും ഒക്കെയാണ്. നീ വേദപുസ്തകം വായിച്ചോ? നമ്മൾ ആരോട് ചോദിക്കും? നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കും. നീ വേദപുസ്തകം വായിച്ചോ? പ്രാർത്ഥിച്ചോ? ആരോട് ചോദിക്കും? നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കും. നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ, ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചത് ശരിക്കും ദൈവമേ ആത്മാർത്ഥമായിട്ടാണോ എന്ന് ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ടോ? സൺഡേ സ്കൂളിൻ്റെ ഇൻസ്പെക്ഷൻ നടക്കുകയാണ്. അപ്പോൾ സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടർ ഇങ്ങനെ സൺഡേ സ്കൂളിലേക്ക് വന്നിട്ട് സൺഡേ സ്കൂളിൽ ഒരു ക്ലാസ്സിൽ കയറി ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറെ ഏത് ഭാഗമാണ് പഠിപ്പിക്കുന്നത്? ടീച്ചർ പറഞ്ഞു, ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് സീനായ് മലയിൽ നിന്ന് മോശ ടാബ്ലറ്റും കൊണ്ട് ഇറങ്ങി വരുന്ന, കൽപ്പലക കൊണ്ട് ഇറങ്ങി വരുന്ന ഭാഗമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചോദ്യം ചോദിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ട് അദ്ദേഹം കുഞ്ഞുങ്ങളോട് ഇങ്ങനെ റാൻഡമായിട്ട് ചോദിച്ചു, അല്ല ആരാണ് ഈ കൽപ്പലക എറിഞ്ഞുടച്ചത് ആരാണ്? ഒരുത്തൻ പെട്ടെന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ഞാനല്ല. ടീച്ചർ പറഞ്ഞു, അങ്ങനെയല്ല, അവന്റെ മുഖത്ത് കള്ളത്തരമുണ്ട്, അല്ലെങ്കിൽ അവൻ ഇത്രയും പെട്ടെന്ന് മറുപടി പറയില്ല, അവൻ തന്നെയായിരിക്കും. ടീച്ചർ പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് ഇദ്ദേഹത്തിനങ്ങ് വല്ലാത്തൊരു വിഷമം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയാണല്ലോ, നമ്മുടെ ഒരു വേദപുസ്തക പരിജ്ഞാനം ഇതൊക്കെയാണല്ലോ എന്ന് ഓർത്തിട്ട് അദ്ദേഹം പെട്ടെന്ന് ഓഫീസിലേക്ക് പോയി. ഓഫീസിൽ പറയാമെന്ന് ഓർത്തിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ അവിടെ ചോദിച്ചപ്പം കൽപ്പലക എറിഞ്ഞുടച്ചതാരാന്ന് വെച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മറുപടി പറഞ്ഞതെന്ന് പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ മറുപടി ആയിട്ട് പറഞ്ഞു, നിങ്ങളിനി അത് പറഞ്ഞു വലിയ വിഷയമൊന്നും നോക്കണ്ട,
ഞാനത് കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു തരാം, എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, വേദപുസ്തകം അതിൻ്റെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും നിങ്ങൾക്ക് തിയോളജിക്കൽ ജ്ഞാനം വേണമെന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ, നിങ്ങൾക്കത് വായിക്കാൻ, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ വേദശാസ്ത്ര പരിജ്ഞാനം അത്ര വേണമെന്നില്ല. മറിച്ച് നിങ്ങൾക്ക് കൂടെ വായിക്കാവുന്നത് പോലെ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ പേരാണെന്ത്? വിശുദ്ധ വേദപുസ്തകം. ഈ ഭൂമിയിൽ ദൈവം ചെയ്തു തരുന്ന ഉപകാരങ്ങളൊക്കെ എത്ര ഭംഗിയായി മനസ്സിലാക്കത്തക്ക ഒരു 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 സംവിധാനം വേറെ ഉണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. 12 മണി വരെയാണ് അച്ഛൻ എനിക്ക് തന്നിരിക്കുന്ന സമയം. 12 മണിയാകാനായി. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. സന്തോഷത്തോടെ തിരിച്ചു പോകാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞത്, ആ ഷണ്ടൻ എന്ത് ചെയ്യുമായിരുന്നു? അവൻ ദേവാലയത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അവൻ സന്തോഷത്തോടെ തിരിച്ചു പോയതിൻ്റെ മറ്റൊരു കാരണം അവൻ വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപരാഹ്നം എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം ONV എഴുതിയിട്ടുണ്ട്. അതിലയാൾ ഇങ്ങനെ ഭൂമിയുടെ അറ്റം എന്ന് പറഞ്ഞൊരു കവിത അയാൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണം പോലെയാണ് കവിത ഇങ്ങനെ പുരോഗമിച്ചു പോകുന്നത്. ആ കവിതയിൽ ഒരിടത്ത് മകൻ അപ്പനോട് ചോദിക്കുന്നു, അപ്പ, ഭൂമി തൻ അറ്റം എവിടെയാണ് ഒക്കുമോ പറയുവാൻ? ആ കവിത ഇങ്ങനെ പുരോഗമിച്ചു പോകുന്നു. ഉത്തരം പിടികിട്ടിയില്ല എന്ന് എനിക്കെങ്കിലും അപ്പൻ ചൊന്നത് ഓർക്കുന്നു ഞാൻ, ഭൂമി ചുരുങ്ങി ഒരു 6 അടിയായി എൻ കാൽച്ചുവട്ടിൽ വന്നു നിൽക്കും, അതാണ് അറ്റം. ഒത്തിരി ദൂരം ഓടാനുണ്ട് എന്ന് വിചാരിക്കരുത് ദയവേത്. ഒരുപാട് ദൂരം ഓടാനുണ്ടെന്ന് വിചാരിക്കരുത്. ശരിക്കും നമ്മുടെ 6 അടി മണ്ണിന്റെ മുന്നിൽ ഒരുപക്ഷെ നമ്മുടെ ഓട്ടം ഒക്കെ അവസാനിച്ചേക്കും. അന്ന് സന്തോഷത്തോടെ തിരികെ പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സന്തോഷത്തോടെ തിരിച്ചു പോകണമെങ്കിൽ ഞാൻ ഈ മേൽപ്പറഞ്ഞ സംഗതികളൊക്കെ നമുക്ക് ഇതൊക്കെ വേണം. ഇന്ന് ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് വലിയ സന്തോഷം തോന്നും. വളരെ സന്തോഷത്തോടെ നമ്മൾ ഇതൊക്കെ കേട്ടിട്ട് തിരിച്ചു പോകും. തിരിച്ചു പോയിട്ട് കാറിൽ ചെന്ന് ഫ്ലാറ്റിന് മുന്നിൽ ഇറങ്ങിയെന്ന് വിചാരിക്കൂ. ഫ്ലാറ്റിന് മുന്നിൽ ഇറങ്ങിയ ദമ്പതികൾ ലിഫ്റ്റ് വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഒരു 20ാം നില വരെ എന്ത് ചെയ്യണം? നടന്നു കയറണം എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിൻ്റെ ഉള്ളിലൊരു ഈർച്ചയുണ്ട്. എങ്കിലും അച്ഛൻ ഇന്ന് ഇത്രയൊക്കെ പ്രസംഗിച്ചല്ലേ, നമ്മൾ സന്തോഷത്തോടെ പോകണമെന്ന് പറഞ്ഞതല്ലേ. ആയതുകൊണ്ട് നമുക്ക് പരസ്പരം കൈ ചേർത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യാം? സന്തോഷത്തോടെ ഇതിനെ അങ്ങ് നേരിടാം. അങ്ങനെ എന്ത് ചെയ്യും? 10 നില കയറിയിട്ട് ഒന്ന് ക്ഷീണിച്ച് ഒരല്പസമയം നിന്ന് പിന്നെയും ഒരല്പം മുറുമുറുപ്പൊക്കെ ഉണ്ടെങ്കിലും അങ്ങ് എന്ത് ചെയ്യും? 10 നില വീണ്ടും കയറും. 19ാമത്തെ നില എത്തുമ്പോഴാണ് ഭാര്യ പറയുന്നത്, വീടിന്റെ താക്കോൽ എവിടെയാണ്? കാറിലാണ്. വീടിന്റെ താക്കോൽ എവിടെയാ? കാറിലാണ്. പറഞ്ഞതൊക്കെ എന്തായി? നമ്മുടെ യാത്രകൾക്ക് അങ്ങനെ ഒരു മാനം കൂടെ ഉണ്ട്. നമ്മുടെ സന്തോഷം അതെന്നും നിലനിൽക്കുന്നതായിരിക്കണം എന്നുകൂടെയാണ് ഞാൻ പറഞ്ഞു വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സന്തോഷത്തോടെയുള്ള മടക്കയാത്രയ്ക്ക് ദൈവം ഇടയാക്കട്ടെ. അതിന് ഈ വേദപുസ്തകം, ഈ ദേവാലയം ഒക്കെ സംഗതിയാക്കട്ടെ, കാരണമാകട്ടെ എന്ന് ഞാൻ ഏറ്റവും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. വൈലപ്പള്ളി ഐശയുടെ സമർപ്പണം എഴുതുമ്പോൾ അതിലയാൾ ഇങ്ങനെ എഴുതുന്നുണ്ട്, ഒക്കെ പകർത്താൻ കഴിഞ്ഞില്ല, എനിക്ക് ഗതികേടിനെ മാപ്പ് ചോദിപ്പു ഞാൻ എന്ന് അയാൾ അവസാനം എഴുതുന്നുണ്ട്. വേദപുസ്തകത്തെ പറ്റി പറയാനോ ഒന്നും എൻ്റെ നാവ് കൊണ്ട് എത്ര കണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ അവസാനത്തെ വരി ഇങ്ങനെയാണ്: വരണ്ട എൻ്റെ ചുണ്ടുകൊണ്ട് ചൂളം വിളിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ശരിക്കും ഒരു പ്രയത്നമാണ്. വേദപുസ്തകത്തിൽ നിന്ന് പറയാനായിട്ട് ഇന്നും ഞാൻ അശക്തനാണെന്നുള്ള ധാർമ്മികമായ ബോധ്യം എനിക്കുണ്ട്. എങ്കിലും സന്തോഷത്തോടെ തിരികെ പോകുന്നതിന് ദേവാലയവും വേദപുസ്തകവും ഒക്കെ നമുക്ക് കാരണമാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ആയതിന് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് നന്ദി പറയുന്നതിനായിട്ട് ഈ അവസാനത്തെ 1 മിനിറ്റ് കൂടെ ഉപയോഗിക്കും. ആയത് എന്നെ ഈ ദേവാലയത്തിലേക്ക് ക്ഷണിച്ച ഈ വന്നിയ അച്ഛന്മാർക്കാണ്. അവര് ഇത്രയും ഒരു വലിയ സാഹസമാണ് ചെയ്യുന്നതെന്ന് അവസാനം എടുക്കുന്ന സാഹചര്യത്തെ പറ്റി ഞാൻ പറഞ്ഞില്ല. അതൊന്നും വേണ്ടി വന്നില്ലെങ്കിൽ അവർ ചെയ്ത വലിയൊരു സാഹസമാണെങ്കിലും എന്നെ ഈ പുണ്യ സ്ഥലത്തേക്ക് ക്ഷണിച്ച വന്യരായ വൈദിക ശ്രേഷ്ഠർക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി സമർപ്പിക്കുന്നു. ഇവിടെ നിൽക്കാൻ, ഇതുപോലൊരു വലിയ ദേവാലയത്തിൽ പുണ്യസ്ഥലത്ത് നിൽക്കാൻ തക്ക എന്തെങ്കിലും യോഗ്യതയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയാനായിട്ട് പാടില്ലെങ്കിലും എന്നെ ശക്തനാക്കുന്ന ദൈവത്തിന് നന്ദിയുണ്ട്. എന്നെ ഇവിടെ ക്ഷണിച്ച വന്യരായ വൈദിക ശ്രേഷ്ഠർക്ക് അകമഴിഞ്ഞ സ്നേഹമുണ്ട്. അതിനായി ലിജോ അച്ഛൻ
എൻ്റെ സഹപാഠിയാണ്. ഞങ്ങൾ സെമിനാരിയിൽ ഒരുമിച്ച് പഠിച്ചാണ്. ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ എല്ലാ സ്നേഹവും തന്ന് അദ്ദേഹം ഞങ്ങളെ സെമിനാരിയിൽ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായി നിലകൊണ്ട ആളാണ്. പ്രാർത്ഥന അത് അദ്ദേഹം ഒരിക്കലും ആരോടെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അതിവിടെ പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിയാനായിട്ടും പാടില്ല. എങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ ക്ലാസ്സിലുണ്ടായിരുന്നെങ്കിൽ അത് ഒരുപക്ഷെ അതിലൊരാൾ ഈ ലിജോച്ചനായിരുന്നിരിക്കാം. അയാൾ വളരെ വളരെ സമയോചിതമായി ഞങ്ങളോട് വളരെ മൗനിയായി നടന്ന് പ്രാർത്ഥനകൾ ഞങ്ങളോട് പറയുകയും ആവശ്യപ്പെടുകയും അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള വന്യ വൈദിക ശ്രേഷ്ഠനാണ്, ഞങ്ങളുടെ സഹോദരനാണ്. അച്ഛന് എല്ലാ ആയുരാരോഗ്യങ്ങളും ഭാവുകങ്ങളും നേരുന്നു. വന്യരായ വൈദിക ശ്രേഷ്ഠർക്ക് എന്നെ ഇത്രയും നേരം കേട്ട നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.